ഇത് റെഡിമെയ്ഡ് പോർട്ടബിൾ ടോയ്ലറ്റാണ്. HDP ഫൈബറിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. കാലങ്ങളോളം ഇത് ഈട് നിൽക്കും. മാത്രമല്ല ഇത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഇത് ഇന്ത്യൻ ടൈപ്പാണ്. ഇതിന് 28,000 രൂപയുള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കോൺക്രീറ്റ് പോലും ചെയ്യേണ്ടതില്ല. എല്ലാം റെഡി സെറ്റ് സാധനമാണ്. ലൈറ്റ് ഉണ്ട്, ടാപ്പുണ്ട്, വെന്റിലേഷൻ ഉണ്ട്. ഇത് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഏറ്റവും വലിയ ഗുണമുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇത് കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പുറത്തൊരു ടോയ്ലറ്റ് നമുക്ക് ആഴ്ച ചിലവ് വരുന്നത്. ഇതാകുമ്പോൾ 28,000 രൂപ എല്ലാം ഫസ്റ്റ് ടാങ്ക് വരികയാണ്. ഫസ്റ്റ് ടാങ്ക് നമ്മൾ സാധാരണ ഇതിൽ ഞങ്ങൾ ബയോഡൈസർ ടാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നിറയില്ല, വലിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുടി വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാം. പിന്നെ കുടി വെച്ചിട്ടാകുമ്പോൾ പരിസ്ഥിതി മലിനീകരണം കൂടും. ഇത് അടക്കാണോ? അല്ല അല്ല, അത് മാത്രം. ഇത് യൂറോപ്പിനുണ്ട്. യൂറോപ്പിലെ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഫ്ലഷ് സംവിധാനങ്ങൾ, വാഷ് ബേസിന്, പൈപ്പ്, ടാപ്പ് എല്ലാ സംവിധാനമുണ്ട്. ഇത് 45,000 രൂപയാണ്. ഇത് 250 കിലോളം ഉള്ള ആൾക്കാർ കയറി നിന്നാലും ഇതൊന്നും പറ്റില്ല. വെറുതെ കൊണ്ടുവച്ചാൽ മതി, ആയിട്ട് കണക്ട് ചെയ്താൽ മതി. നല്ല ഉറപ്പുള്ള ഫ്ലാറ്റാണ്. വെള്ളം കയറുന്നാൽ ചതുപ്പ് നിലം മാത്രമേ കോൺക്രീറ്റ് ചെയ്യണ്ടൂ. ബാക്കി ഇങ്ങനത്തെ ഉറച്ചുള്ള മണ്ണിന് ഒരു കാര്യം ചെയ്യേണ്ട. കൊണ്ടുവയ്ക്കുക, ഫിറ്റ് ചെയ്യുക. ഇത് 45,000 രൂപയാണ്. പിന്നെ ഇതിന് മുകളിൽ റൂഫും കൂടി ഇട്ടുകയാണെങ്കിൽ പിന്നെ കാലാകാലം ഉപയോഗിക്കാം, കേടാവും, നശിച്ചു പോകില്ല. ഈ സ്ഥലം ഏതായിരുന്നു? ഇത് കൊളോപ്പാറ ജംഗ്ഷനിൽ വി ഹെൽപ്പ് എന്ന ഇക്കോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. 3-4 മാസമായി തുടങ്ങിയിട്ട്. മറ്റൊരു പ്രത്യേകിച്ചുള്ള സാധ്യതയാണ് ബയോഡൈസർ ടാങ്കാണ്. അതിൻ്റെ HDP മെറ്റലായതുകൊണ്ട് അത് പൊട്ടില്ല. പിന്നെ അതിലൊരു ബാക്ടീരിയ വരുന്നുണ്ട്. ആ ബാക്ടീരിയ ഇരുന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് നിറയില്ല. ഇത് പൊളിച്ചിടണം. പിടിച്ചിടണം. ആ ടാങ്ക് ഒന്ന് നോക്കാം. ഇത് HDP മെറ്റീരിയലുള്ള ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് നശിക്കില്ല. ഇതിന് 3 ചേമ്പറുണ്ട്. ആദ്യത്തെ ചേമ്പർ തന്നെ മാലിന്യങ്ങൾ ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചേമ്പറിലെ വെള്ളമാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നൈട്രജനും വാതകവും വെള്ളമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിങ്ങനെ പോകുമ്പോൾ നമ്മൾ കിണറിൻ്റെ അടുത്ത് തന്നെ ഈ വെള്ളം വിട്ടാലും കിണറുള്ള മലിനാവും. കാരണം ഇത് ട്രീറ്റ് ചെയ്തതാണ്. സാധാരണ മറ്റ് ടാങ്കുകളിൽ മീഥേനാണ് രൂപാന്തരപ്പെടുന്നത്. ഇത് നൈട്രജനാണ്. അപ്പോൾ ഇതൊരിക്കലും നിറയില്ല, വലിച്ചു കളയേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാ മാസവും ഒരു ഇനോക്കുലം ഇടും. ഇനോക്കുലം ഇടുന്നതനുസരിച്ച് നമുക്ക് ഒരിക്കലും നിറയില്ല. ഓട്ടോമാറ്റിക് ഡൈജസ്റ്റർ ടാങ്കിനാണെന്നാണ് ഇത് പറയുന്നത്. പിന്നെ 10 വർഷം. ഇത് 25 ഫ്ലഷിനാണെങ്കിൽ 19,500 ലാസ്റ്റ് വരും. 4 പേരുടെ കുടുംബമാണെങ്കിൽ ഇത് ധാരാളം മതി. മാത്രമല്ല ഇത് കിണറിനടുത്ത് വരെ സ്ഥാപിക്കാം. അത്രയും നമുക്ക് സുരക്ഷിതമായി കൊടുക്കാവുന്ന പരിസ്ഥിതി സംരക്ഷണം, അതായത് പ്രത്യേകിച്ച് കുടിവെള്ളം മലിനമാകാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. നിലവിലുള്ള ഒറ്റക്കുഴി കക്കൂസുകളൊക്കെ ഓരോ വർഷം ചെല്ലുന്തോറും കുടിവെള്ളം മലിനമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് ഏറ്റവും ഒരു